ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിമന്യ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിമന്യ തിരുമേനിമാർ, നിയുക്ത എപ്പിസ്കോപ്പമാർ, ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ്, വികാരി ജനറൽമാർ, വിശിഷ്ടാതിഥികൾ, പട്ടക്കാർ, സുവിശേഷകർ, വാത്സല്യമുള്ള ഏവരുമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ആരാധനാമധ്യേ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യവും, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യവും വായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെയും തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നുവല്ലോ. അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നിനക്ക് പ്രസാദകരം ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കൃപയാലും വൻ കരുണയാലും 3 റമ്പാച്ചന്മാർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതിന് ഒരുങ്ങുകയാണല്ലോ. സഭയുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവം സഭയ്ക്ക് ഈ 3 റമ്പാച്ചന്മാരെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് നൽകിയത്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഊർജവും സഭയ്ക്ക് ആനന്ദവും നൽകുന്ന അനുഭവമാണ്. അതിന് നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. അല്പസമയത്തെ ധ്യാനത്തിനായി ദൈവജനത്തിന് അജപാലന ശുശ്രൂഷയ്ക്കായി പ്രവാസാനന്തരം ദൈവം നിയോഗിക്കുന്ന അജപാലകരെക്കുറിച്ച് പറയുന്ന യിരെമ്യാ പ്രവചനത്തിലെ വാക്യമാണ് ഞാൻ കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: I will give you shepherds after my own heart, who will lead you with knowledge and understanding. എൻ്റെ ഹൃദയത്തിന് ഒത്ത ഇടയന്മാരെ നൽകും. ഷെപ്പേർഡ്സ് ഓഫ് മൈ ഓൺ ഹാർട്ട്, മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും എന്നതാണ് ദൈവം പ്രവാസകാലത്തെ ദൈവജനത്തിന് നൽകുന്ന ഉറപ്പ്. BC 587 യെരുശലേമിൻ്റെ പതനത്തെ തുടർന്ന് ഇസ്രായേല്യർ ബാബിലോണ്യ പ്രവാസികളായി മാറി. ഈ പ്രവാസ അനുഭവ വെളിച്ചത്തിൽ ദൈവജനത്തിന് ദൈവം നൽകുന്ന ഉറപ്പാണ് ഈ വേദഭാഗം. അജപാലന ശുശ്രൂഷ എന്ന ഈ ഇമേജറി ആണ് ദൈവവചനത്തിൽ ആകമാനം മേൽപ്പെട്ടത്തെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവജനത്തിന് ആത്മീക പിതാവും ക്രിസ്തുവിൻ്റെ ആടുകളുടെ ഇടയനുമായിരുന്ന് പ്രധാന ഇടയൻ്റെ അജപാലന ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ദൈവ നിയോഗമാണിത്. മോശയും ദാവീദും ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരായാണ് ദൈവവചനം അടയാളപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ
13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു, ഞാൻ ഇസായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. I have found David, the son of Jesse, a man after my heart, who will carry out all my will. മോശയും ദാവീദും പോലെ പ്രിയ റമ്പാച്ചന്മാരെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരാകണം. യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയെ മേയിപ്പാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുവാൻ ഒരുങ്ങുന്നു. ധന്യമായ ഒരു പൈതൃകത്തിൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കാൻ ദൈവം പ്രിയപ്പെട്ട റമ്പാച്ചന്മാർക്ക് കൃപ നൽകുകയാണ്. ശ്രേഷ്ഠ ഇടയന്മാരായി ദൈവം നിയോഗിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഹൃദയഭാവം ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ ഭാവമായിരിക്കണം. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലും ഹൃദയമണ്ഡലത്തിലും നിങ്ങൾ പ്രതിഷ്ഠിക്കേണ്ടത്. ഇടയശ്രേഷ്ഠർ ദൈവവചനത്തെ ജാഗ്രതയോടെ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്ന വചനത്തിനനുസൃതമായി സാക്ഷ്യത്തിനായി തങ്ങളുടെ ജീവനെ തന്നെ നൽകുന്നവരാണ് ഇടയന്മാർ. വാക്ക് ദ ടോക്ക് എന്ന് നാം പറയാറുണ്ട്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയ ശുശ്രൂഷയിലെ 3 സവിശേഷ മാനങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന് വിഷയീഭവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഇടയൻ, ഷെപ്പേർഡ് ഓഫ് ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഇടയൻ. ഇടയ ശുശ്രൂഷയിൽ ഇടയൻ ദൈവഹൃദയമുള്ളവനാകണം. എന്താണ് ഹൃദയം? ഹാർട്ട് ഈസ് നോട്ട് എ മാറ്റർ ഓർ തിങ്, ഇറ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ശാസ്ത്രം വിവക്ഷിക്കുന്നത് പോലെ ഹൃദയം ഒരു വസ്തുവല്ല, ഹൃദയം ഒരു മനോഭാവമാണ്. ഇടയൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്, ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് ആൾട്ടിറ്റ്യൂഡ്. മനോഭാവം ഔന്നത്യത്തെ നിർണയിക്കുന്നു. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും ദൈവഭാവത്താൽ നിറയുമ്പോൾ അത് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കും. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന നോവലിൽ ജീൽ വെൽജൻ എന്ന കഥാപാത്രമുണ്ട്. ബിഷപ്പിൻ്റെ അരമനയിൽ നിന്ന് മെഴുകുതിരിക്കാറുകൾ മോഷ്ടിച്ചതിന് പോലീസ് പിടിച്ച ജീൽ വാൽജിനെ ബിഷപ്പിൻ്റെ അരമനയിൽ കൊണ്ടുവരുമ്പോൾ ബിഷപ്പ് അവനോട് ശ്രമിക്കുകയാണുണ്ടായത്. ബിഷപ്പ് പോലീസിനോട് പറഞ്ഞു, ഈ മെഴുകുതിരിക്കാലുകൾ ഞാൻ അവന് നൽകിയതാണ്. ജീൽ വാൽജിനോട് ക്ഷമിച്ച ഹൃദയഭാവം, ക്രിസ്തുവിൻ്റെ പാപിനിയായ സ്ത്രീയോട് ക്ഷമിച്ച ഭാവമായാണ് വിക്ടർ ഹ്യൂഗോ തൻ്റെ കൃതിയിൽ അവതരിപ്പിക്കുന്നത്. നിയുക്ത എപ്പിസ്കോപ്പമാരെയും നമ്മുടെയും മനസ്സിനെ ഇടയ ശുശ്രൂഷയ്ക്കായി ദൈവ മനസ്സുള്ള ഹൃദയമായി രൂപപ്പെടുത്തേണ്ടതുണ്ട്. സഭാവിജ്ഞാനീയത്തിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ സഭാപിതാവാണ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നത് ഇടയൻ ആടുകൾക്ക് വേണ്ടി ത്യാഗത്തോടെ ജീവിക്കേണ്ടവനാണെന്ന മനസ്സാണ്. റോമിൽ ആംബിയ തിയേറ്ററിൽ വന്യമൃഗത്താൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സഭാപിതാവാണ് അദ്ദേഹം. എഫെസോസിൽ നിന്ന് രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ള റോമിലേക്കുള്ള യാത്രയിൽ 7 എഴുത്തുകൾ അദ്ദേഹം എഴുതി. അദ്ദേഹം പറഞ്ഞു, ഇടയൻ വേറൊരു ക്രിസ്തുവാകണം. ഷെപ്പേർഡ്
should act as an altar Christus. ഇടയൻ വേറൊരു ക്രിസ്തുവാകണം. അജപാലന ശുശ്രൂഷയിൽ ഇടയൻ്റെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ഹൃദയഭാവം ആയിരിക്കണം. ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിപ്പിക്കേണ്ട ഭാവമാണിത്. നിങ്ങളുടെ നോട്ടത്തിലും കാഴ്ചയിലും പ്രവൃത്തിയിലും വാക്കുകളിലും സ്പർശനത്തിലും യേശുക്രിസ്തുവിൻ്റെ ഹൃദയസ്പർശനം ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ ഹൃദയസ്പർശത്താൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങളുടെ വാക്കുകളിലും ക്രിസ്തുവിനെ ലോകത്തിന് വെളിവാക്കി കൊടുക്കുവാൻ പ്രിയ രംഭച്ചന്മാരെ നിങ്ങൾക്ക് കഴിയണം. യഹൂദ വ്യാഖ്യാനങ്ങൾ അടങ്ങിയ ഗന്ധമാണ് മിദ്രാഷ്. ഇതിൽ മോശയെപ്പറ്റി പറയുന്ന ഒരു കഥ ഇപ്രകാരമാണ്. മോശ തൻ്റെ അമ്മായിപ്പനായ യിത്രോയുടെ ആടിനെ മേയ്ക്കുവാനായി ഹോരേബ് പർവ്വതത്തിൽ പോകുന്ന വഴിയിൽ ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടു. നോക്കിയപ്പോൾ മുൾപ്പടർപ്പുള്ള ഒരു കുഴിയിൽ അതകപ്പെട്ടിരിക്കുന്നു. അവിടെ കിടന്ന് പ്രാണഭയത്തിൽ കരയുന്ന ആട്ടിൻകുട്ടിയെ മോശ രക്ഷിക്കുന്നു. കുഴിയിലിറങ്ങിയപ്പോൾ മുള്ളുകൾ കൊണ്ട് തൻ്റെ ശരീരം മുഴുവൻ നീറുന്നുണ്ട്. വീണ്ടും ആ ആട്ടിൻകുട്ടി നിർത്താതെ കരയുന്നു. കാരണം മോശയ്ക്ക്, ഇടയനായ മോശയ്ക്ക് മനസ്സിലായി ആ ആട്ടിൻകുട്ടിക്ക് ദാഹിക്കുന്നുണ്ട്. മോശ ആ ആട്ടിൻകുട്ടിയെ തോളിലേന്തി അരുവി വരെ പോയി അതിനെ കുടിപ്പിക്കുന്നു. ആടിൻ്റെ ആവശ്യം അറിഞ്ഞ് ആടിനെ കരുതുന്ന അജപാലകൻ. ആടിനെ സംരക്ഷിക്കുന്ന ഇടയന് ഒന്നു തന്നെ വലുതാണ്. ആടിനെ സംരക്ഷിക്കുന്ന ഇടയന് ഒന്നു തന്നെ വലുതാണ്. 99 വിട്ടുകളഞ്ഞതിന് ശേഷം ഒരാടിനെ തേടിപ്പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം, ഇത് നല്ല ഇടയൻ്റെ സ്വഭാവമാണ്. ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഒരാടിനെ വിട്ടുകളക എന്നത് എളുപ്പമാണ്, ഒരാടിനെ നേടുക എന്നത് പ്രധാനമാണ്. ഒരാടിനെ വിട്ടുകളക എന്നത് എളുപ്പമാണ്, ഒരാടിനെ നേടുക എന്നത് പ്രധാനമാണ്. 3 പ്രാവശ്യം തന്നെ തള്ളി പറഞ്ഞ പത്രോസിനെ കടൽക്കരയിൽ തേടി ചെല്ലുന്ന ക്രിസ്തുവിൻ്റെ മനസ്സ് ഇടയ ശുശ്രൂഷയിൽ പിന്തുടരണം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് തിബറിയാസ് കടൽക്കരയിൽ ചെന്ന ആ യേശു കർത്താവ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവനെ വേർതിരിക്കുന്നു. പാശ്ചാത്യ നാടുകളിലേക്കുള്ള അമിതമായ കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷനെക്കുറിച്ച് വളരെയധികം ചിന്താഭാരത്തിലായിരിക്കുന്ന ഒരു രാജ്യവും പ്രത്യേകിച്ച് കേരള സംസ്ഥാനവും പ്രത്യേകിച്ച് സഭകളും ഇന്ന് ചർച്ചാ വിഷയമാണ്. ചിതറിപ്പാർക്കുന്ന ഒറ്റപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതും ഇന്നിൻ്റെ ഒരാവശ്യമാണ് എന്നത് ഇടയന്മാർ മറക്കരുത്. ഭാഗ്യസ്മരണീയനായ നമ്മുടെ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി കുമ്മനാട് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൽ തൻ്റെ അന്ത്യനാളുകളിൽ ചികിത്സയിലായിരുന്നപ്പോൾ തൈലാഭിഷേക ശുശ്രൂഷ നടക്കുന്നു. ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ അന്ന് നോർത്ത് അമേരിക്ക, യൂറോപ്പ് ഭദ്രാസന അധിപനായിരുന്ന നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രൻ മെത്രാപ്പൊലീത്തയും സന്നിഹിതനായിരുന്നു. തൈലാഭിഷേക ശുശ്രൂഷ കഴിഞ്ഞ് അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ കാണുവാൻ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രൻ മെത്രാപ്പൊലീത്ത കിടയ്ക്ക് കരികിൽ ചെന്നപ്പോൾ അഭിനന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി 2 വിരൽ ഉയർത്തിക്കൊണ്ട് വിക്ടറി അടയം കാണിച്ചിട്ട് തിരുമേനിയോട് പറഞ്ഞു, മെത്രാച്ചൻ ഇവിടെ നിൽക്കണ്ട,
ഭദ്രാസനത്തിൽ പോകണം. ബ്രിങ് 2 people to Christ every day. Bring 2 people to Christ every day. മരണാസന്നനായിട്ടും ആടുകളെ നേടുവാനുള്ള ഇടയൻ്റെ ഹൃദയാവേശം അതും ഈ ശുശ്രൂഷയിൽ നമുക്കുണ്ടാവണം. നമ്മുടെ 3 റമ്പാച്ചന്മാർക്കും സ്ഥാനവസ്ത്രങ്ങളോടൊപ്പം എപ്പിസ്കോപ്പായിട്ട് അംശവടി നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി നൽകും. ഇടയൻ്റെ കയ്യിൽ എപ്പോഴും വടിയും കോലുമുണ്ട്. അഗ്രം വളഞ്ഞ വടി ആടുകളെ ചേർത്ത് നിർത്താനുള്ളതാണ്. തൻ്റെ വടി വഴിയിൽ താണുകിടക്കുന്ന ചില്ലുകളിൽ നിന്ന് ഇല പറിച്ച് ആടിന് നൽകുവാനുള്ളതാണ്. പച്ചയായ പുൽപ്പുറത്തേക്ക് വഴി തെറ്റാതെ ചേർത്ത് നിർത്തി നയിക്കാനുള്ളതാണ്. കൂരിലെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ വലിയ സുരക്ഷിതത്വം അജപാലന ശുശ്രൂഷയിൽ ദൈവജനം, വിശ്വാസ സമൂഹം അനുഭവിക്കുവാനിടയാകണം. ഈ വലിയ സുരക്ഷിതത്വം അജപാലന ശുശ്രൂഷയിൽ ദൈവജനം അനുഭവിപ്പാൻ ഇടയാകണം. ഇടയ ശുശ്രൂഷയിൽ പ്രവേശിച്ചവർ സഭയുടെ പൈതൃകം അറിയുന്നവരായിരിക്കണം. ദൈവവചനം അറിയുകയും അറിയിക്കുന്നവരുമാകണം. പ്രബോധനം വഴി ദൈവത്തിൻ്റെ സഭയെ നയിക്കുകയും ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചു നൽകുകയും ചെയ്യണം. വചനത്തിൻ്റെ സാക്ഷ്യത്തിനായി ഇടയൻ സ്വജീവനെ സമർപ്പിക്കുന്നവനാകണം. ദൈവത്തിൻ്റെ ഈ മനസ്സുണ്ടെങ്കിലേ കുഷ്ഠരോഗിയെ സ്പർശിച്ച് സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് കുഷ്ഠരോഗി പറഞ്ഞപ്പോൾ, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാമെന്ന് പറഞ്ഞ് സ്പർശിച്ച ആ ക്രിസ്തുവിൻ്റെ മനസ്സ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ആ മനസ്സ് ആവശ്യമാണ്. യേശുവിൻ്റെ മനസ്സും ഹൃദയവുമുള്ള ഇടയന്മാർ ദൈവരാജ്യമൂല്യ സംസ്കൃതി അറിയുന്നവരും അറിയിക്കുന്നവരുമാകണം. നവീകരണകർത്താക്കളിൽ ഒരാളായ മാർട്ടിൻ ലൂതർ പറയുന്നത്, ഇടയനെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം എന്നാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവർക്ക് തള്ളപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവരുടെ വേദനകളെയും കാണുവാനും അതിനോട് പ്രതികരിക്കുവാനും കഴിയുകയുള്ളൂ. വേൾഡ് വിഷൻ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ബോബ് പിയേഴ്സ്, അദ്ദേഹം നമ്മുടെ മാരാമൺ കൺവെൻഷൻ്റെ ഒരു കാലത്തെ പ്രസംഗകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ പ്രശസ്തമാണ്. ലോർഡ്, ലെറ്റ് മൈ ഹാർട്ട് ബി ബ്രോക്കൺ ബൈ ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവമേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണമേ. അപരന് വേണ്ടി വേദനിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. രണ്ടാമതായി, ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന ഇടയൻ. അജപാലന ശുശ്രൂഷയിൽ ഇടയൻ ത്യാഗത്തോടെ പ്രവർത്തിക്കുന്നു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവനാണ് ഇടയൻ. അജപാലന ശുശ്രൂഷയിൽ ആടുകളെ അന്വേഷിച്ച് പോകുന്ന ഇടയൻ അവയ്ക്ക് വേണ്ടി ജീവനെ അർപ്പിക്കുവാൻ സന്നദ്ധനാകണം. ഒറീസായിൽ ഗ്രഹാം സ്റ്റെയിൻസും തൻ്റെ 2 മക്കളും വെന്ത് മരിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ജീവൻ നൽകിയ ജന്മങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ. അപരിചിതനായ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹ നിർബന്ധമുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. ത്യാഗപൂർവ്വം ആടുകൾക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാനും ജീവനെ നൽകുവാനും സാധിക്കുമ്പോഴാണ് യെശയ്യാപ്രവചനത്തിൽ 40 മുതൽ 53 വരെയുള്ള അധ്യായങ്ങളിൽ പരാമർശിക്കുന്ന യഹോവയുടെ ദാസന് നാം സദൃശരാകുന്നു. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ബോൺഹോഫർ പറയുന്നത്, ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ മരിക്കുവാനായി വിളിക്കുന്നു എന്നാണ്. ജർമ്മനിയിൽ ഇടയ ശുശ്രൂഷ നിർവഹിച്ചിരുന്ന ബോൺഹോഫർ 1945 ഏപ്രിൽ 9 സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. സ്നേഹിക്കുകയും കരുതുകയും ജീവൻ നൽകുകയും ചെയ്യുന്ന ഇടയന്മാർ
തങ്ങളെ തന്നെ യേശു ക്രിസ്തുവിന് വേണ്ടിയും ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് വേണ്ടിയും ജീവനെ നൽകുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും മാത്രമേ വന്നത്. അജപാലന ശുശ്രൂഷയിൽ കൂദാശകളുടെ അനുഷ്ഠാനത്തിന് പ്രധാന സ്ഥാനമുണ്ട്. അത് സഭയിൽ കലർപ്പ് കൂടാതെ തുടരുന്നു എന്നുറപ്പ് വരുത്തണം. എല്ലാവരോടും സുവിശേഷം അറിയിക്കുക എന്നത് അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ സ്വഭാവവും ആണെന്ന വസ്തുത നാം ഓർത്തിരിക്കണം. സുവിശേഷ വേലയ്ക്കായി യുവജനങ്ങളെ ഒരുക്കുന്നതിന് അജപാലന ശുശ്രൂഷയിൽ പ്രധാന പങ്ക് ഉണ്ട്. ആയുസ് മുഴുവൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ കർത്താവിൻ്റെ വേലയ്ക്കായി അവരെ വെല്ലുവിളിക്കുവാൻ ഇടയന്മാർക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലും വാക്കുകളിലും ഇതുണ്ടാവണം. ജീവിതത്തിൻ്റെ ദശാംശം, ലൈഫ്സ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ്, ആയുസ്സിൻ്റെ ദശാംശം ദൈവവേലയ്ക്കാണെന്ന് ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുവാൻ ഒരിടയന് കഴിയണം. ഭാഗ്യസ്മരണീയനായ ക്രിസ്തോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി ഒരിക്കൽ പ്രകാരം പറയുകയുണ്ടായി: ഇന്ന് വി ഫെയിൽ ടു ചലഞ്ച് അവർ യൂത്ത് എന്നെടുത്ത് പറയുകയുണ്ടായി. തിരുമേനി ഇപ്രകാരം പറഞ്ഞു: തൻ്റെ യൗവനത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ പൂർവ്വപിതാക്കന്മാർ, അന്നത്തെ സഭാപിതാക്കന്മാർ തനിക്ക് നൽകിയ ചലഞ്ചാണ് അങ്കോലയിലേക്ക് പോയി കാട്ടിൽ നിന്ന് വൃക്ഷങ്ങൾ വെട്ടി തോളിൽ ചുമന്ന് ഗൗഡാസിൻ്റെ കൂടെ അങ്കോല ചന്തയിൽ വന്ന് വിറ്റ് അവരോട് താതാത്മ്യപ്പെടുവാൻ എന്നെ ഇടയാക്കിയത്. ദാറ്റ് വാസ് ദ ചലഞ്ച് ഫ്രം മൈ ചർച്ച് ഫാദേഴ്സ്. ഈ ഒരു വലിയ വെല്ലുവിളി നമ്മുടെ ജീവിതത്തിലൂടെ നൽകുവാൻ നമുക്ക് കഴിയണം. ഇടയൻ്റെ ശബ്ദം കേട്ടാണ് ആടുകൾ ഇടയനെ പിന്തുടരുന്നത്. ഇടയൻ്റെ ദർശനം, ഇടയൻ്റെ ഗമനം, ഇടയൻ്റെ ശബ്ദം, ഇടയൻ്റെ മുൻഗണന, ഇടയൻ്റെ സാക്ഷ്യം എന്നിവ അജപാലന ശുശ്രൂഷയിൽ സർവ്വപ്രധാനമാണ്. മുമ്പേ നയിക്കുന്നവരായിരിക്കണം ഇടയന്മാർ, മുൻപോട്ട് നയിക്കുന്നവരുമാകണം. നവീകരണ പിതാക്കളായ അബ്രഹാം മൽപ്പാനും ഗീവറീസ് മൽപ്പാനും നവീകരണ പാതയിലൂടെ സഭയെ മുൻപോട്ട് നയിച്ചവരാണ്. ആ പാത ഇടയന്മാർ, സഭയിൽ ഇടയന്മാർ പിന്തുടരണം. മുന്നിൽ നിന്ന് മുന്നോട്ട് നയിക്കുമ്പോൾ കൊടിയ ചെന്നായ്ക്കളിൽ നിന്ന് ആക്രമണവും മുറിവും മരണവും വരെ സംഭവിച്ചേക്കാം. ഇടയ ശുശ്രൂഷയിൽ നഷ്ടസാധ്യതകളാണ് കൂടുതലായുള്ളത്. ക്രിസ്തുവിന് വേണ്ടി, ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ജീവനെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ സർവദാ യോഗ്യന്മാരാണ് ഈ 3 റമ്പാച്ചന്മാരും എന്നാണ് സഭ ഇന്നത്തെ ശുശ്രൂഷയിൽ ഓക്സിയോസ് വിളിച്ച് പ്രിയ റമ്പാച്ചന്മാരെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് സ്വയത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പാതയാണ്. സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള തീർത്ഥയാത്രയാണിത്. യേശു ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതാകണം നമ്മുടെ ചിന്ത. ഈ പാതയിൽ നമ്മുടെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അവരോട് നാം ഐക്യദാർഢ്യം പുലർത്തണം. മാറി നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന, ഒറ്റപ്പെട്ടവർക്ക് ബലമേകുന്ന, ഒറ്റപ്പെട്ടവരോട് സഹവസിക്കുന്ന ഇടയന്മാരായി തീരണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്ത് നിർത്തുന്ന, അർത്ഥപ്രാണർക്കും അശരണർക്കും അത്താണിയാകുന്ന ഇടയശ്രേഷ്ഠന്മാരാകണം. ക്രൂശിലെ കൈകാലുകൾ വിരിച്ചവൻ്റെ വർത്തമാനകാല അടയാളമായി ഇടയ ശുശ്രൂഷയെ കാണണം. ക്രൂശിലെ കൈകാലുകൾ വിരിച്ചവൻ്റെ വർത്തമാനകാല അടയാളമായി ഇടയ ശുശ്രൂഷ ആകണം. നിങ്ങളെല്ലാവോണം നല്ല ഇടയൻ്റെ മാതൃക പിന്തുടരണം. പരിചിതമായൊരു കഥ ഇപ്രകാരമാണ്. ഒരു കാട്ടുതീ പടരുന്നു. ഒരു കുഞ്ഞാറ്റക്കിളി കൂട് വച്ചിരിക്കുകയാണ്. തീ പടരുന്നത് കണ്ട് അത് പറന്ന് ഒരരുവിയിൽ ചെന്ന് തൻ്റെ ചിറകിൽ താങ്ങാവുന്ന വെള്ളവുമായി വന്ന് തീയിൽ കുടയുകയാണ്. ഇത് ആവർത്തിക്കുന്നു. പ്രതിഫലം ലഭിക്കുകയില്ല എന്നതിനറിയാം. അതിൻ്റെ ഈ ചില തുള്ളികൾ വെള്ളം കൊണ്ട് ഈ തീ അണയ്ക്കുവാൻ കഴിയുകയില്ല എന്നറിയാം. എന്നറിഞ്ഞിട്ടും തീ അണയ്ക്കാൻ അത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ അടുക്കൽ വന്ന ഇന്ദ്രൻ ചോദിക്കുകയാണ് ഈ കിളിയോട്,
പ്രതിഫലം ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും പ്രവർത്തിക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ? കിളി മറുപടി പറയുന്നു, അങ്ങ് ഇന്ദ്രനാണ്. അങ്ങ് വിചാരിച്ചാൽ ഈ തീ അണയ്ക്കുവാൻ പറ്റും. പ്രവർത്തിക്കാൻ കഴിവുണ്ടായിട്ടും പ്രവർത്തിക്കാതിരിക്കുന്നവരല്ലേ ബുദ്ധിഹീനർ? പ്രവർത്തിക്കാൻ കഴിവുണ്ടായിട്ടും പ്രവർത്തിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധിഹീനർ? ഇത് നമ്മെക്കുറിച്ച് ഇടയ ശുശ്രൂഷയിൽ പറയുവാനിടയാകരുത്. പകലുള്ളിടത്തോളം വേലയിൽ ശുഷ്കാന്തിയും പരിജ്ഞാനവും വെളിവാക്കണം. മൂന്നാമതായി, ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടയനായിരിക്കണം മേൽപ്പട്ടക്കാരൻ, ശ്രേഷ്ഠ ഇടയൻ. ഐക്യം തൃത്വത്തിൻ്റെ സ്വഭാവമാണ്. അത് സഭയിലൂടെ തുടരുവാനാണ്, ഐക്യം ഉറപ്പുവരുത്തുവാനാണ് അജപാലന ശുശ്രൂഷയിൽ പരിശ്രമിക്കേണ്ടത്. കർത്താവിന് മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് നമുക്ക് വേണ്ടിയും അപ്പോസ്തലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതും ഇതുതന്നെയാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. സഭകളുടെ ഐക്യത്തിന് വേണ്ടിയും മാനവ ഐക്യത്തിന് വേണ്ടിയും അജപാലന ശുശ്രൂഷയിൽ പ്രവർത്തിക്കണം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിതമായതാണ് ഏകവും വിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവുമായ സഭ. സഭ ക്രിസ്തുവിൻ്റെ ശരീരവുമാണ്. ദൈവിക ജീവൻ ലോകത്തിന് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാണ് സഭ എന്നത് നാം ഒരു കാലത്തും വിസ്മരിക്കരുത്. ഇത് ലോകത്തെ ക്രിസ്തുവിനോട് നിരപ്പിക്കുന്ന ഐക്യത്തിൻ്റെ അടയാളമാണ്. ഐക്യം പരിപോഷിപ്പിക്കണം. എക്യൂമെനിക്കൽ ബന്ധങ്ങൾ പുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണം. എക്യൂമെനിക്കൽ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള കലവറ സ്ഥാനമാണ് ഇടയ ശുശ്രൂഷ. ഇതര മതവിഭാഗങ്ങളോടും സഭാസ്ഥാനങ്ങളോടും ഐക്യത്തിൻ്റെ ആത്മാവിൽ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വിടുതലിനായി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നുവെന്നാണ്. സൃഷ്ടിയുടെ സംരക്ഷണത്തിനും പരിസ്ഥിതിയുടെ സന്തുലനത്തിനും കൂടിയാണ് നിങ്ങളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്ന് എപ്പോഴും ഓർമ്മയിൽ വേണം. നിസായിലെ ഗ്രിഗറി പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം സൃഷ്ടിച്ച മനോഹരമായ സൃഷ്ടിയെ അതിൻ്റെ സമഗ്രതയിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ സഭയെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. അതിനാൽ അജപാലന ശുശ്രൂഷയിൽ സൃഷ്ടിയെ ദൈവസന്നിധിയിൽ ശ്ലോഷണം സംഭവിക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ നിർത്തുവാനുള്ള പ്രവർത്തനവും അടങ്ങിയിരിക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി ഒരിടയൻ പ്രവർത്തിക്കണം. നിയുക്ത എപ്പിസ്കോപ്പമാരെ, ദൈവജനമേ, നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിലെ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രകാശനമായിരിക്കണം. ഷേക്സ്പിയറിൻ്റെ കൃതിയിൽ ഇയാഗോ ഇപ്രകാരം പറയുന്നുണ്ട്: ഐ ആം നോട്ട് വാട്ട് ഐ ആം. ഇതായിരിക്കരുത് നമ്മുടെ സൂക്തങ്ങൾ. ഐ ആം നോട്ട് ഐ ആം, ഇതായിരിക്കരുത് ഒരിടയൻ്റെ സാക്ഷ്യം. പിന്നെയോ ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. സുതാര്യത, ഈ കർത്താവിൻ്റെ ഭാവമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉളവാകേണ്ടത്. ഇത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലും ഹൃദയമണ്ഡലത്തിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ ഉണ്ടാകണം. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നു: കുരിശ് വരയ്ക്കുമ്പോൾ ഹൃദയമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ക്രിസ്തുവിനെ നാം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. കുരിശ് ദൈവത്തിൻ്റെ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ആകെ തുകയാണ്. അതിൽ ശരണപ്പെടുന്നവർക്ക് അളവറ്റ ദൈവശക്തിയുണ്ട്. കുരിശ് ദൈവത്തിൻ്റെ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ആകെ തുകയാണ്. അതിൽ ശരണപ്പെടുന്നവർക്ക് അളവറ്റ ദൈവശക്തിയുണ്ട്. ഈ ദൈവശക്തി പ്രാപിച്ച് ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടി കർത്താവിൻ്റെ മനസ്സ് പകരപ്പെട്ട ഇടയന്മാരായി, കർത്താവിന് വേണ്ടി ജീവൻ നൽകുവാൻ സന്നദ്ധതയുള്ള ഇടയന്മാരായി, ഐക്യം നിലനിർത്തുവാൻ ശ്രമിക്കുന്ന ഇടയന്മാരായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം പ്രിയപ്പെട്ട അരമ്പാശന്മാർക്ക് നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവയെ, തിരുസഭയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയേറ്റുന്നു. കലാകാലങ്ങളിൽ തിരുസഭയ്ക്ക് അവിടെ നൽകുന്ന അനുഗ്രഹീതമായ നേതൃത്വത്തിനായി സ്തോത്രം. ബലഹീനരാകുന്ന ഞങ്ങളെ വിശ്വസ്തരം നെണ്ണി, അയോഗ്യരാകുന്ന ഞങ്ങളെ യോഗ്യരും നെണ്ണി ഈ വലിയ നിയോഗം നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന വലിയ കരുണയ്ക്കായി സ്തോത്രം.
കർത്താവേ, ഇടയന്മാരായ നീ ഞങ്ങളെ വേർതിരിക്കുമ്പോൾ നിൻ്റെ മനസ്സ് ഞങ്ങളിലേക്ക് പകരപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവനെ തന്നെ നൽകുവാനുള്ള താല്പര്യം ഞങ്ങൾക്ക് വേണ്ടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യഭാവം ഞങ്ങളിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന അവിശക്തരാകുന്ന പ്രിയപ്പെട്ട റമ്പാശന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപ ധാരാളം നിൻ്റെ മക്കളുടെ ശുശ്രൂഷയിൽ പകരണമേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ മഹത്വം അവിടുന്ന് എടുക്കണമേ. നേതൃത്വം കൊടുക്കുന്ന മെത്രാപ്പൊലീത്ത തിരുമേനിയെ ശക്തീകരിക്കണമേ. വന്നുകൂടുന്ന ജനങ്ങളെ എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ മൂലം അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.